ഹേയ്, നമുക്ക് അടിപൊളി ഒരു അഫ്ഗാനി ചിക്കൻ ഉണ്ടാക്കിയാലോ? ഇവിടെ ഞാൻ അഫ്ഗാനി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി മല്ലി ഇലയും പുതിന ഇലയും ഒരു കോമ്പിനേഷനിലാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിപ്പോവും നീലഗിരി ചിക്കൻ കുറുമയാണെന്ന്. എന്നാലല്ല, മല്ലിയിലയും പുതിനയും തൈരൊക്കെ ചേർത്ത് ഒരു പേസ്റ്റ് അടിച്ചതിന് ശേഷം ചെറിയൊരു മസാല ഇടുക. ചിക്കൻ ഒന്ന് മാരിനേഷൻ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. നമ്മളെ ചിക്കൻ ഒന്ന് തവയിലിട്ട് നന്നായിട്ടൊന്ന് സ്റ്റീർ ചെയ്തിട്ടതിന് ശേഷം അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് ഗ്രേവി സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പേസ്റ്റ് റെഡിയാക്കണം. ഞാനിവിടെ ചേർക്കാൻ പോകുന്നത് ഫ്രഷ് മല്ലിയിലയും പുതിനയിലയും അതേപോലെ തന്നെ ഒരു തൈരിന്റെ പേസ്റ്റും ചേർത്താണ്. ചൂടായ ഉരുളിയിലോട്ട് ബട്ടർ, ഗീ, ഗരം മസാല അതേപോലെ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്ത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അരച്ചു വെച്ച ഗ്രീൻ കളറിലുള്ള പേസ്റ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ഒനിയന്റെ പേസ്റ്റും അതേപോലെ തന്നെ കുറച്ച് തൈരും ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കുക്കായതിനു ശേഷം നമുക്ക് മസാല ഇടാം. ഞാനൊരു പ്രൊഫഷണൽ ഷെഫ് ആയതുകൊണ്ട് ഞാൻ കുക്ക് ചെയ്യുമ്പോൾ ഭയങ്കര പാഷനേറ്റ് ആയിട്ടാണ് കുക്ക് ചെയ്യുന്നത്. മസാലയൊക്കെ ഇട്ട് കുക്ക് ചെയ്തതിന് ശേഷം ഏകദേശം റെഡി ആയിട്ടുണ്ട് നമ്മളെ അഫ്ഗാനി ചിക്കൻ. പിന്നെ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത് കഴിക്കാനുള്ള കോമ്പിനേഷൻ എന്ന് വെച്ചാൽ റുമാലി റൊട്ടി, നാൻ അല്ലെങ്കിൽ കുബൂസ് എന്നിവയ്ക്കൊപ്പം കഴിച്ചു കഴിഞ്ഞാൽ അതിമനോഹരമായ ഒരു രുചിയായിരിക്കും. അവസാനം കുറച്ച് ക്രീം ഒഴിച്ച് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, റെഡി അഫ്ഗാൻ ചിക്കൻ. നമ്മളെ അഫ്ഗാനി ചിക്കൻ എങ്ങനെയുണ്ട്? സെറ്റല്ലേ? ഫോളോ ചെയ്ത് കൂടെ കൂടിയോ?